എല്ലാവർക്കും നമസ്തേ. ഈ ഒരാഴ്ച മുമ്പ് പഹൽഗാമിൽ തീവ്രവാദികൾ നിരപരാധികളായ കുറേ വിനോദസഞ്ചാരികളെ വെടിവെച്ച് വീഴ്ത്തി. അങ്ങനെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായി. അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ അവരുടെ ഓപ്പറേഷനായിരുന്നു എന്നുള്ളതും നമ്മൾ വ്യക്തമായിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ആ രാജ്യവുമായിട്ടൊരു സംഘർഷാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സൈന്യ വിന്യാസം സേനകൾ 3 സേനകളും അവർ ആക്ഷൻ എടുത്ത് അവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സൈന്യത്തിന് യോജിച്ച സമയത്ത് യുക്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് അനുവാദവും കൊടുത്തിട്ടുണ്ട്, സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തരുണത്തിൽ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് വളരെയേറെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ദൃശ്യ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളാണ് ഈ ജനങ്ങളെ ഇപ്പോൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി വാർത്താ ചാനലുകൾ എന്ന പേരിൽ തന്നെ മാധ്യമപ്രവർത്തന രംഗത്ത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പോലും ഇപ്പോൾ ഒരു മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി. അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ പലതും കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാകും. ഒരു പരിചയമില്ലാത്തവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, എന്നിട്ട് മാധ്യമപ്രവർത്തകരായിട്ട് സ്വയം അവതരിക്കുന്നുണ്ട്. ഞാനൊക്കെ 10-18 വർഷത്തിലേറെ പത്രമാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ. ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ട് 18 വർഷത്തിലേറെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് 1-2 മാധ്യമങ്ങളിൽ. ആ ഒരു അനുഭവം വെച്ചാണ് ഞാൻ ഈ മാധ്യമ പ്രവർത്തനമായിട്ട് അതായത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത്. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനത് മറ്റ് ചാനലുകൾ, ഇങ്ങനെ വാർത്താ ചാനലുകളെന്ന് പറഞ്ഞു വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ നിന്ന് കണ്ടുവരുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ യുദ്ധമായാലും സേനയെക്കുറിച്ചായാലും ഏത് കാര്യമായാലും ചർച്ചകളാണ് ഇതേപോലുള്ള മാധ്യമങ്ങളിൽ നടക്കുന്നത്. തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ചർച്ചകൾ, ജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ, ജനങ്ങൾക്കുള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചർച്ചകൾ, നമ്മുടെ സേനകളെക്കുറിച്ച് തന്നെ നമ്മുടെ ജനങ്ങൾക്കൊരു അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് പല ഇത്തരം ചാനലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാധ്യമ പ്രവർത്തന രംഗത്ത് ഏറെ പരിചയമുള്ള ഒരുപാട് പേര് ചാനൽ നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ മിക്ക ചർച്ചകളും വളരെ പക്വമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാരണം അവർക്ക് അതിനുള്ള ആ ഒരു പരിചയമുണ്ട്, അവർക്ക് അറിവുമുണ്ട്. എന്ന് വെച്ചാൽ അവർ പുതിയതായിട്ട് ഈ രംഗത്തിറങ്ങിയതല്ലാത്തത് കൊണ്ട്. അത്തരം ചാനലിനെ ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറേ ഒരു മാധ്യമ രംഗത്ത് ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാർ ഇതേപോലെ ചാനലുകൾ തുടങ്ങി അവർക്കെന്താണോ അവരുടെ ഉള്ളിൽ തോന്നുന്നത് അത് ജനങ്ങളുടെ മുന്നിലോട്ട് അങ്ങ് അവതരിപ്പിക്കുകയാണ്. അതൊക്കെ ഒരുപാട് പേര് കാണുന്നുമുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, നിരവധി ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ഇവർ പടച്ചു വിടുന്ന അവരുടെ ആ ഒരു മനോനില അനുസരിച്ചുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇത് കൂടുതൽ അവർ ഓരോന്നും ഇറക്കുന്നത് കാണുന്നത്. അത് സത്യത്തിൽ ഒരിക്കലും നമ്മുടെ രാജ്യത്തിനും നല്ലതല്ല, നമ്മുടെ സേനകൾക്കും നല്ലതല്ല. നമ്മുടെ ജനങ്ങളെ സേനകൾക്കെതിരായിട്ട്, സൈന്യത്തിനെതിരായിട്ട്, അല്ലെ സർക്കാരിനെതിരായിട്ട് ചിന്തിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് അവർ നടത്തുന്നത്. പലതും കേട്ടാൽ ഭയങ്കര രസമാണ്. സേന അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ സേനയെ ഉപദേശിക്കുകയാണ്. ഇതിലെല്ലാം നല്ല പരിചയമുള്ള സേനയെയാണ് ഇത്തരക്കാർ ഉപദേശിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താലേ ഇത് വരത്തുള്ളൂ. നിങ്ങളിപ്പോൾ അനങ്ങാതിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്, മറ്റേതാണ് ഇതാണെന്നുള്ള രീതിയിലൊക്കെ അവരെ അങ്ങ് ഉപദേശിക്കുകയാണ് സേനയെ. എന്നിട്ട് ചിലർ സേനയുടെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു വിടുക. എന്തിനാണെന്ന് വെച്ചാൽ ഇത് അവരുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ. ഈ കൂടുതൽ ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ, വ്യൂസ് കൂടി കഴിയുമ്പോൾ അവർക്ക് അതിനകത്ത് നിന്ന് വരുമാനം ഉണ്ടാകണം, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകണം, അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് നല്ല കാര്യമാണ്. ഏതൊരാളിനും നല്ലൊരു വരുമാനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ
വരുമാനം വേണം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജനങ്ങളിൽ അവരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അവരിലൊരു സൈന്യത്തെ, നമ്മുടെ സൈന്യങ്ങൾക്കെതിരായിട്ടൊരു വികാരം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ എന്തുമായിക്കോട്ടെ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾക്ക് ചെയ്യാവുന്നത് ഇത്തരം ചാനലുകൾ ഉപയോഗിക്കുക. അവർ നമ്മുടെ സേനകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക. ആ ജനങ്ങളിൽ ഇവരെ കാണുന്ന ആൾക്കാർ എത്ര പേരുണ്ടോ അവരിലൊരു ദേശീയ ബോധം ഉണ്ടാക്കാൻ, ദേശസ്നേഹം മുൻപുള്ളതിനേക്കാൾ കൂടുതൽ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം ചാനലുകൾ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഇരുന്ന് ഈ മീഡിയ വണ്ണിനകത്തിൽ കാണാം വൈകിട്ട് അടുപ്പൂട്ടി ചർച്ച, അത് എന്ന് പറഞ്ഞാൽ വിരുദ്ധ ചർച്ചകളാണ് നടക്കുന്നത്. അതിനകത്തിൽ രാജ്യത്തിനെതിരായിട്ട് ഏതൊക്കെ രീതിയിൽ ഇത് ചെയ്യാമോ ആ രീതിയിലുള്ള ചർച്ചയാണ് അവർ നടത്തുന്നത്. അവരെ അതിന് കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. എന്ന് വെച്ചാൽ അവർ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ചാനലാണ് ഈ മീഡിയ വൺ എന്ന് പറയുന്നത്. അവർ ദേശവിരുദ്ധമായിട്ടും നമ്മുടെ സൈന്യത്തെയും ഒക്കെ ഒരു അവരുടെ ആത്മവീര്യം നശിപ്പിക്കുന്ന രീതിയിലൊക്കെ അവർ ചർച്ച നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത്തരം അല്ലാത്ത ഇതേപോലുള്ള ചാനലുകൾ ഈ രീതിയിൽ ഒരിക്കലും ചർച്ചകൾ നടത്തുന്നത് നമ്മുടെ രാജ്യത്തിന് ഒട്ടും നല്ല ഒരു സന്ദേശമല്ല കൊടുക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ഈ പാകിസ്ഥാൻ നമുക്കെതിരായിട്ട് നടത്തുന്ന ഈ നിഴൽ യുദ്ധം, നിരപരാധികളെ കൊല്ലുന്നത്, രാജ്യത്തെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്നത്, ഇതേപോലുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ ഉള്ളിൽ എന്നെന്നും നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ള ചർച്ചകളായിരിക്കണം ഇത്തരം ചാനലുകൾ ചെയ്യേണ്ടത്. അത് ഒരു കടമയായിട്ടെടുത്തിട്ട് ജനങ്ങൾക്കുള്ളിൽ ഒരു ദേശീയ ബോധം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് നമ്മൾ ഇത്തരം ആൾക്കാർ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും യോജിച്ചതും ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടതും. അല്ലാതെ സൈന്യം അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ഇത്രയും ദിവസമായി പാകിസ്ഥാൻ അവർ ആണവായുധം പ്രയോഗിക്കും, അപ്പോൾ ആണവായുധം പാകിസ്ഥാൻ പ്രയോഗിച്ചാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകും, അത് അങ്ങനെയാകും ഇങ്ങനെയാകും എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഒഴിവാക്കുക. പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് സൈന്യത്തിനും അറിയാം, സർക്കാരിനും അറിയാം. അല്ല നമ്മളിതുപോലെ ഈ യൂട്യൂബിൽ കൂടി ഇരുന്ന് ഈ അതിനെക്കുറിച്ച് ഇത് ചെയ്യുകയല്ല വേണ്ടത്. അവരത് ചെയ്യട്ടെ. അതിൻ്റെ ഈ പിന്നീടുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് അന്നേരം ചർച്ച ചെയ്താൽ പോരെ. ഈ സൈന്യ മേധാവികൾ, സൈന്യത്തിലെ ഓഫീസേഴ്സ്, അവർക്ക് അറിയാം ഏതൊരു പ്രതിസന്ധിയും എങ്ങനെ അതിനെ നേരിടണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവർക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നത്. അവരെ ഉപദേശിക്കാൻ നമ്മൾ ആരും ഒന്നുമല്ല. അവരവരുടെ കർത്തവ്യം അവർ നിർവഹിക്കും. ഇത് അല്ലാതെ സൈന്യ മേധാവികൾ, സൈനിക ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് നമ്മൾ പറയുകയല്ല വേണ്ടത്. നമ്മളത് ഇതൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ വിശ്വസിക്കും. എടാ അതാണ് ആ ചാനലിൽ അങ്ങനെ പറയുന്നു. ശരിയാണ്. അങ്ങനെ സൈന്യം അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ സേനയുടെ ഭാഗത്തെ പിഴവാണ്, അവരുടെ ആത്മവീര്യം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെ അവർക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അങ്ങനെ ഒരു ചിന്ത ജനങ്ങളിൽ വരുത്താതിരിക്കാൻ വേണ്ടി ഇത്തരം ഈ ചാനലുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വലുത് നമ്മുടെ സേനയാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ്. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ദേശസ്നേഹം ജനങ്ങളിൽ ഉണ്ടാകുന്ന കാര്യം ചിന്തിക്കുക. വരുമാനം ഉണ്ടാക്കാൻ അതും വരുമാനം കിട്ടുന്നത് തുച്ഛമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് മതി എന്ന് നമ്മൾ വിചാരിക്കുക. രാജ്യത്തിൻ്റെ ആത്മാഭിമാനമാണ് വലുത്, സേനയുടെ ആത്മാഭിമാനമാണ് വലുത് എന്നുള്ള ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ചാനലിനെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും വലുത്, ഏറ്റവും നല്ലത് ചെയ്യാവുന്ന കാര്യം.
സേനയും സർക്കാരും അവർ ചെയ്യേണ്ടത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കോട്ടെ. നമ്മളതിനകത്ത് അഭിപ്രായം പറയാനോ ഒന്നും നിൽക്കാതിരിക്കുക. ഈ സർക്കാരിനും സേനയ്ക്കും വേണ്ട പൂർണ്ണമായ പിന്തുണ മാത്രം നമ്മൾ നൽകി അവർക്ക് ഒരു ആത്മബോധം വളർത്താനുള്ള, ആത്മവിശ്വാസം വളർത്താനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക, അത്രമാത്രം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.